നമസ്കാരം സുഹൃത്തുക്കളെ, വരൂ വരൂ കടന്നു വരൂ, നമുക്ക് കുറച്ച് ജോഗ്രഫി പഠിക്കാം. ദേശീയപാതകളെ കുറിച്ചാണ് നമ്മളിത് പഠിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ദേശീയപാതകളെയും കുറിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ല. കേരളത്തിലെ ദേശീയപാതകൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സ്വാഗതം. അപ്പോൾ കേരളത്തിലെ ദേശീയപാതകളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മാപ്പ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. റൈറ്റ് സൈഡിൽ ഈ ഓരോ ദേശീയപാതകളെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ എഴുതാൻ നോക്കുകയാണ്. ഇവിടെ ഫുള്ള് സ്ഥലങ്ങൾ, തുടങ്ങുന്ന സ്ഥലങ്ങൾ ഓരോന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ ശരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മാപ്പിൽ ഇവരെ ഓരോരുത്തരെ ഒന്ന് പ്ലേസ് ചെയ്ത് പഠിക്കണം. എന്നാലേ കേരളത്തിൽ ഇപ്പോൾ സപ്പോസ് ഒരു ദേശീയപാത വന്നിട്ട് ഏതൊക്കെ സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നു അങ്ങനെ മാത്രം ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ കേരളത്തിലെ തന്നിരിക്കുന്ന ദേശീയപാതകളെ വടക്ക് നിന്ന് തെക്കോട്ടുള്ള ക്രമത്തിൽ എഴുതുക, തെക്ക് നിന്ന് വടക്കോട്ടുള്ള ക്രമത്തിൽ എഴുതുക, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ പാകത്തിന് നമ്മൾ ഇതിനെ സെറ്റ് ആക്കി എടുക്കാൻ പോകുന്നു. വരൂ, ആദ്യം കേരളത്തിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത. അതിനു മുമ്പെന്ന് പറഞ്ഞോട്ടെ, കേരളത്തിൽ നിലവിൽ ഇപ്പോൾ എത്ര ദേശീയപാതയുണ്ടെന്ന് ചോദിച്ചാൽ 2023 അവസാനത്തെ നോട്ടിഫിക്കേഷനും അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആകെ ദേശീയപാതകളുടെ എണ്ണം, ആകെ ദേശീയപാതകൾ നിലവിൽ 12 എണ്ണമാണ്. 12 ദേശീയപാത. ഇതിൽ 12ാമതായി ഏറ്റവും അവസാനം വന്നയാൾ ഇവിടെ അവസാനം എഴുതിയിട്ടുണ്ട്. പക്ഷെ വന്ന ഓർഡറിലല്ല നമ്മൾ ഇത് എഴുതിയേക്കുന്നത്. കേരളത്തിൽ നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ടുള്ള ഓർഡറിൽ ഓരോ ദേശീയപാതകളെയും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം, പഠിക്കാം. ആദ്യം കേരളത്തിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത, കേരളത്തിന്റെ തെക്ക് നിന്ന് വടക്ക് വരെ തീരദേശത്തൂടെ നീണ്ടുപോകുന്ന ഏറ്റവും നീളമുള്ള ദേശീയപാത. ദേശീയപാതയുടെ പേരെന്താണ്? ആ ദേശീയപാതയുടെ പേരാണ് സുഹൃത്തുക്കളെ NH66. ഈ നീളത്തിൽ നിങ്ങൾ കാണുന്നത് NH66 എന്ന് പറഞ്ഞ ദേശീയപാതയാണ്. ഇത് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ദേശീയപാതയാണോ, കേരളത്തിലൂടെ മാത്രമുള്ള ദേശീയപാതയാണോ? അല്ല. ഇത് ഇങ്ങ് കന്യാകുമാരി തുടങ്ങി, താഴെ തമിഴ്നാട്ടിലെ കന്യാകുമാരി തുടങ്ങി അങ്ങ് മഹാരാഷ്ട്രയിലെ എവിടെ വരെ പോകുന്നറിയോ? മഹാരാഷ്ട്രയിലെ പനവേൽ വരെ പോകുന്ന ദേശീയപാതയാണ്. അപ്പൊ കന്യാകുമാരി തൊട്ട് പനവേൽ വരെ കണക്ട് ചെയ്യുന്ന ഈ ദേശീയപാത NH66 കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ കേരളത്തിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് NH66 ആണ്. ഇനി NH766 ഓർക്കുക. ഈ 66 ഒന്ന് നോട്ട് ചെയ്തോണം. അതായത് 766 ഇവിടെ ഒരു നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ 966 എന്ന് പറഞ്ഞ നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം 66 നിന്നും ഉണ്ടാക്കിയേക്കുന്ന സബ് ദേശീയപാതകളായിരിക്കണം. അല്ലെങ്കിൽ ആ 66 നിന്നും കണക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ദേശീയപാതകളായിരിക്കണം. അപ്പൊ നോക്കാം. നമുക്ക് രണ്ടാമത്തെ ആളെ പരിചയപ്പെടുകയാണ്. ഒന്ന് NH66 നമ്മൾ കണ്ടു. 2 ഇവിടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ആരംഭിച്ച് താമരശ്ശേരി ചുരം വഴി വയനാട് കയറി സുൽത്താൻ ബത്തേരി വഴിയൊക്കെ ഇങ്ങനെ പോയി മൈസൂർ വരെ പോകുന്ന, അല്ലെ മൈസൂരിന്റെ പരിസരത്തുള്ള കൊള്ളകൽ വരെ പോകുന്ന എന്ന് പറയാം. മൈസൂരിന്ന് പഠിച്ചാൽ മതിയാവും. അപ്പൊ കോഴിക്കോട് നിന്ന് മൈസൂരിലേക്ക് പോകുന്ന ഈ ദേശീയപാതയാണ് സുഹൃത്തുക്കളെ NH766. NH766 കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് മൈസൂർ എന്ന് പഠിച്ചാൽ മതിയാവും. കോഴിക്കോട് മൈസൂർ ദേശീയപാത NH766. വീണ്ടും കോഴിക്കോട് നഗരത്തിൽ അല്പം തെക്കോട്ട് മാറി രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, കോഴിക്കോടിന്റെ നഗരപ്രാന്ത പ്രദേശങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും, കോഴിക്കോടിനോടടുത്ത സ്ഥലം, കോഴിക്കോടിന്റെ പരിസരത്ത് നിന്ന് നേരെ ഒരു ദേശീയപാത ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോരുകയാണ്. അത് പാലക്കാട് ലക്ഷ്യമാക്കി പോകുന്നു. പാലക്കാട് ലക്ഷ്യമാക്കി പോകുന്ന ഈ ദേശീയപാതയെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇത് NH966 ആണ്. NH966 അപ്പോൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ ഏകദേശം കോഴിക്കോട് രാമനാട്ടുകരയുണ്ട്. രാമനാട്ടുകരയിൽ നിന്ന് നേരെ ബന്ധിപ്പിക്കുന്നത് പാലക്കാടേക്കാണ്. അപ്പോൾ രാമനാട്ടുകര പിന്നെ കണക്ട് ചെയ്യുന്ന സ്ഥലം പാലക്കാട്. ദേശീയപാത ഏതാ? NH966. NH966. നെക്സ്റ്റ് വീണ്ടും നമ്മൾ തെക്കോട്ട് പോരുകയാണ്. അപ്പോൾ അടുത്ത ദേശീയപാതയെ കാണാം. ഈ ദേശീയപാത ഏതാണ്? ഈ ദേശീയപാത തുടങ്ങുന്നത് കൊച്ചി നഗരത്തിൽ നിന്നാണ്. കൊച്ചി നഗരത്തിലെ സ്പെസിഫിക് സ്ഥലം പറഞ്ഞാൽ കൊച്ചി നഗരത്തിലെ ഇടപ്പള്ളി ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നതാണ്. കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ നിന്ന് തുടങ്ങി തൃശ്ശൂരിന്റെ സൈഡ് വഴി പിടിച്ച് നേരെ പാലക്കാടേക്ക് പോകുന്ന ഈ ദേശീയപാത, ശരിക്കും പാലക്കാട് വന്ന് നിൽക്കുകയാണോ? പാലക്കാട് നിന്നും പിന്നെ പോവാണ്. പാലക്കാട് നിന്ന് ഈ ദേശീയപാത തമിഴ്നാട് കടന്ന് എത്തിച്ചെല്ലുന്ന സ്ഥലം ഏതാണ്? ആ സ്ഥലമാണ് സേലം. അപ്പോൾ ഇടപ്പള്ളിയിൽ നിന്ന് സേലത്തേക്കുള്ള ദേശീയപാത, ഇടപ്പള്ളി ടു സേലം കണക്ട് ചെയ്യുന്ന ഈ ദേശീയപാതയുടെ നമ്പറാണ് NH544. അപ്പോൾ ഓർക്കുക, 766 നിന്ന് ഉണ്ടാക്കിയെടുത്തു. NH966 നിന്ന് ഉണ്ടാക്കിയെടുത്തു. NH544 എവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്തു? അത് 44 നിന്ന് ഉണ്ടാക്കിയെടുത്തു. ബിക്കോസ്
കന്യാകുമാരി നിന്ന് ശ്രീനഗർ വരെ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാതയാകുന്നു NH44. ആ NH44ലേക്ക് കൊച്ചിയെ കണക്ട് ചെയ്യുന്ന ദേശീയപാതയാണ് സുഹൃത്തുക്കളെ NH544. അതുകൊണ്ട് അതിന് NH544 എന്നുള്ള പേര് വന്നാണ്. അപ്പൊ കൊച്ചി സേലം ദേശീയപാത NH544. നെക്സ്റ്റ്, ചെറിയ രണ്ട് ദേശീയപാതകളാണ് ഈ കൊച്ചിയുടെ പ്രാന്തപ്രദേശത്ത്. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത് NH544 അങ്ങോട്ട് പോകുന്നു. ഇവിടെ ഇതിലെ ഒരു ജംഗ്ഷനിൽ വെച്ച് NH544ന്റെ ഒരു ജംഗ്ഷനിൽ വെച്ച് ആ സ്ഥലം കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ നിന്നും നമ്മുടെ കണ്ടെയ്നറിന്റെ ഒക്കെ എളുപ്പത്തിലുള്ള മൂവ്മെന്റിന് വേണ്ടി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് ശരിക്കും ഒരു ദേശീയപാത ഉണ്ടാക്കിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ദേശീയപാതയാണ് സുഹൃത്തുക്കളെ 966A. അപ്പോൾ NH966A ഈ ഭാഗത്ത് കാണാം. ഇത് NH966A, NH966A. ഇത് എവിടെയൊക്കെ കണക്ട് ചെയ്യുന്നു? സ്ഥലങ്ങൾ ഒന്ന് നമുക്ക് പറയാം. ഒന്ന് കളമശ്ശേരി, മറ്റൊന്ന് വല്ലാർപാടം. കളമശ്ശേരി വല്ലാർപാടം കണക്ട് ചെയ്യുന്ന ചെറിയൊരു ദേശീയപാതയാണ്. ഇതിനേക്കാളും ചെറിയ, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് അടുത്തത് ഇതിനോട് ചേർന്ന് കാണപ്പെടുന്നത്. ഏറ്റവും ചെറിയ കേരളത്തിലെ ദേശീയപാത, ഇന്ത്യയിലെ അല്ല, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ആയിരുന്നു ഇത്, പക്ഷെ അത് മാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാത നിലവിൽ NH966B ആണ്. NH966B കണക്ട് ചെയ്യുന്നത് നോക്കിയേ, കളമശ്ശേരി കഴിഞ്ഞ് NH66 വഴി നമ്മളിങ്ങനെ പോരുക. ഏറ്റവും നീളമുള്ള ദേശീയപാതയിൽ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കളമശ്ശേരി ഉണ്ട്. കളമശ്ശേരിയുടെ ഭാഗമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോരുമ്പോൾ ഈ പ്രദേശത്ത് നമുക്ക് ഇവിടെയായിട്ട് കാണാം, ഏകദേശം ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാം കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലം. കുണ്ടന്നൂരിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോയാൽ ഇവിടെ കുണ്ടന്നൂരിൽ നിന്ന് പോയാൽ വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡ് നമ്മൾ കൊച്ചി തുറമുഖമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത മണ്ണൊക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ചൊരു ഐലൻഡ് ഒക്കെ ഉണ്ടാക്കി കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് കണക്ട് ചെയ്യുന്നത് NH966B. അപ്പൊ കുണ്ടന്നൂർ ടു വില്ലിംഗ്ടൺ ഐലൻഡ് NH966B നമുക്ക് പറയാം. ശരി, ഇനി വീണ്ടും നമ്മൾ നോക്കുന്നു. കൊച്ചി നഗരത്തിൽ ധാരാളം ദേശീയപാതകൾ. NH544 ഇങ്ങോട്ട് പോകുന്നു, 966A ഇങ്ങോട്ട്, 966B ഇങ്ങോട്ട് 66 പോകുന്നു. കിഴക്കോട്ട് ഒരാൾ പോകുന്നു. കിഴക്കോട്ട് ഈ കുണ്ടന്നൂർ ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് പോയി മൂവാറ്റുപുഴ കൂടി, കോതമംഗലം കൂടി, മൂന്നാർ കൂടി, ബോഡിമെട്ട് ചുരം, ബോഡിനായ്ക്കന്നൂർ ചുരം വഴി ഇറങ്ങി ഇങ്ങനെ തോണ്ടി വരെ പോകുന്നത്. തോണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാമേശ്വരത്തിനൊക്കെ അടുത്തുള്ള സ്ഥലമാണ്, കുറച്ച് മാറിയിട്ടാന്ന് പറയാം. അപ്പൊ തോണ്ടി പോയിന്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ തോണ്ടി എന്ന് വിളിക്കാം. ആ തോണ്ടി വരെ പോകുന്ന ദേശീയപാതയാണ് NH85. ഇപ്പോൾ നമുക്ക് പറയാം തോണ്ടി വരെയാണ്. കുണ്ടന്നൂർ ടു മധുര അല്ലെങ്കിൽ കൊച്ചി മധുര ദേശീയപാതയായിരുന്നു. പഴയ പേര് 49 എന്നൊക്കെയായിരുന്നു. അതൊന്നും വേണ്ട, പുതിയ പേരുകൾ മാത്രം മതി. കുണ്ടന്നൂർ ടു തോണ്ടി പോയിന്റ് അല്ലെങ്കിൽ തോണ്ടി NH85. ഈ 85 നിന്നും ഒരു കണക്ഷൻ ദേശീയപാതയെ നമ്മൾ സൃഷ്ടിച്ചു. ഈ NHൽ ഈ ഭാഗത്ത് അടിമാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്തേക്കാം. നോക്കിയേ, ഈ പോകുന്നതാണ് NH85. NH85 നിന്നും നമ്മൾ ഇങ്ങോട്ട് NH85 നിന്നും ഇങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു. ഈ കണക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, ഈ കണക്ഷൻ തുടങ്ങുന്ന സ്ഥലത്തെ നമ്മൾ അടിമാലി എന്ന് വിളിക്കുന്നു. അടിമാലി അത് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ എറണാകുളം ജില്ല കഴിഞ്ഞ് കോതമംഗലം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ മൂന്നാർ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് അടിമാലി. അടിമാലിയിൽ നിന്ന് നേരെ കണക്ട് ചെയ്ത് കുമളിയിലേക്ക് പോരുന്ന ദേശീയപാതയായത്. അടിമാലി ടു കുമളി ഈ സബ് ദേശീയപാതയെ NH185 എന്ന് വിളിക്കാം. ഇത് NH185 ഉറപ്പിക്കുക, NH185 അത്യാവശ്യം ഒരു പുതിയ ദേശീയപാതയാണ്. അപ്പൊ ഈ സ്ഥലം അടിമാലി ടു കുമളി നമുക്ക് പറയാം. അടിമാലിയെയും കുമളിയെയും ബന്ധിപ്പിക്കുന്നു. ഇത് ഞാൻ ഈ ഓരോ സ്ഥലങ്ങൾ പറയുമ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും യാത്ര ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളോ ആണെങ്കിൽ വളരെ എളുപ്പമാണ് ഓർത്തിരിക്കാൻ. ഒരു ജസ്റ്റ് എങ്ങും കേക്ക് പോലും ചെയ്യാതെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടൊരു പേരിങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ അല്പം പാടാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഈ മാപ്പിൽ ഒന്ന് പ്ലേസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ കുറെ സ്ഥലങ്ങളെ പഠിക്കുകയാണ്, കുറെ വഴികൾ പഠിക്കുകയാണ്. പിന്നെ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന ദേശീയപാതയല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് ഒന്ന് മൈൻഡിൽ ഒരു പിക്ചർ സെറ്റ് ആക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം അടുത്ത ദേശീയപാത. ആ ദേശീയപാത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടുന്ന് കൊല്ലത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കോട്ടയം ഉണ്ട്. ഈ ഭാഗത്താണ് കോട്ടയം.
കോട്ടയത്ത് എത്തിയിട്ട് പിന്നെ കിഴക്കോട്ട് കാഞ്ഞിരപ്പള്ളി, ഇങ്ങനെ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, കുട്ടിക്കാനം വഴി വണ്ടിപ്പെരിയാർ കൂടി കുമളി വരെ എത്തുന്നു. കുമളിയിൽ നിന്നും പോകുന്നു. കുമളിയിൽ നിന്ന് തമിഴ്നാട്ടിൽ അങ്ങ് ദിണ്ടിഗൽ വരെ പോകുന്ന ദേശീയപാതയാണ്. ഈ ദേശീയപാതയുടെ പേരെന്താ? ഇങ്ങ് ദിണ്ടിഗൽ വരെ പോകുന്ന ഈ ദേശീയപാതയുടെ പേരാണ് NH183. NH183 എന്ന് വിളിക്കും. NH183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? കൊല്ലത്തെ നമ്മൾ കോട്ടയം വഴി അങ്ങ് പോയി ദിണ്ടിഗൽ വരെ, കൊല്ലം ടു ദിണ്ടിഗൽ കണക്ട് ചെയ്യുന്ന ആളാണെന്ന് പറയാം NH183. അപ്പൊ 183 ഒരു സബ് ബൈപ്പാസ് കൂടിയുണ്ട്. 183 ഈസിലി നമ്മൾ പറഞ്ഞു കൊല്ലത്തുനിന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് എങ്ങ് വരെ, കൊല്ലം ടു ദിണ്ടിഗൽ വരെ പോവാന്ന് പറഞ്ഞു. ഇങ്ങനെ പോകുമ്പോൾ ഭരണിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, അതും കൊല്ലം ജില്ലയിലാണ്, ഭരണിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് ഇത് വഴി അടൂര് വഴി, പത്തനംതിട്ട വഴി, നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള ഗവി വഴി ചാടി വണ്ടിപ്പെരിയാർ വഴി പോകും. ഇത് ഒരു കാനന പാതയാണ്, വനത്തിലൂടെ കടന്നു പോകുന്നതാണ്. ഫോറസ്റ്റുമായിട്ട് കുറെ തർക്കവും പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഈസിലി അങ്ങനെ എളുപ്പത്തിൽ പാസ് ഒന്നും ഇല്ലാതെ കടന്നു പോകാനൊന്നും പറ്റത്തില്ല. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് നാഷണൽ ഹൈവേ ആയിട്ട് സെറ്റ് ആയിട്ടുമില്ല. എന്നാലും ഇതൊരു ബൈപ്പാസ് പോലത്തെ നാഷണൽ ഹൈവേ ആയതുകൊണ്ട് 183 ബൈപ്പാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഭരണിക്കാവ് ടു വണ്ടിപ്പെരിയാർ ആണ് കണക്ഷൻ. ഭരണിക്കാവ് ടു വണ്ടിപ്പെരിയാർ കണക്ട് ചെയ്തേക്കുന്ന ഒരു മലയോര ദേശീയപാത അല്ലെങ്കിൽ വനത്തിലൂടെയുള്ള ഒരു ദേശീയപാതയാണ് സുഹൃത്തുക്കളെ 183A. 2 കൂടിയാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. ആ ബാലൻസിലെ ആൾക്കാരെ നമുക്ക് നോക്കാം. അപ്പൊ 183A ഏതാ? ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. ദിസ് ഇസ് 183A, 183A. ഇത് NH183A. ഇതിന് തെക്ക് ഭാഗത്തായി നിങ്ങൾ നോക്കൂ. ഇത് കൊല്ലം കൊല്ലം പട്ടണമാണ്, കൊല്ലം നഗരം. കൊല്ലത്തുനിന്ന് കിഴക്കോട്ട് പോയാൽ ഇങ്ങനെ പുനലൂര് കൂടി പോകുന്ന ദേശീയപാത, പുനലൂര് കൂടി തെന്മല കൂടി അതങ്ങ് എന്താ പറയാ ചെങ്കോട്ട വഴി തെങ്കാശി വഴിയൊക്കെ പോകുന്ന ദേശീയപാത, ആര്യങ്കാവ് ചുരത്തിലൂടെ പാസ് ചെയ്യുന്ന ദേശീയപാത. ആ ദേശീയപാത പോയി നിൽക്കുന്നത് തിരുമംഗലം വരെയാണ്. തിരുമംഗലം. ആ തിരുമംഗലം എന്ന് പറയുന്ന സ്ഥലം NH44 കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. NH44 ഒക്കെ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ ദേശീയപാതയെ നമ്മൾ അതുകൊണ്ട് വിളിക്കും 44ന്റെ ഒരു സബ്സിഡറിയാണ് NH744 എന്ന് വിളിക്കും. സോ NH744 കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ കൊല്ലത്തെ എവിടെ വരെ? കൊല്ലം തിരുമംഗലം കണക്ഷൻ പറയാം. കൊല്ലം തിരുമംഗലം കാണാവോ? കൊല്ലം തിരുമംഗലം ഭാഗത്തേക്കാണ് കണക്ട് ചെയ്യുക. കൊല്ലം തിരുമംഗലം ഉറപ്പിച്ചു. ഇനി അവസാനത്തെ 2023 നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഏറ്റവും പുതുതായി നമുക്ക് വന്ന ദേശീയപാതയാണ് സുഹൃത്തുക്കളെ NH866. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശരിയായ ഓപ്പറേഷന് വേണ്ടിയിട്ട് വന്ന ദേശീയപാത, കേന്ദ്ര സർക്കാർ അനുവദിച്ച ദേശീയപാത, അത് മാർക്ക് ചെയ്യാൻ പാകത്തിനൊന്നുമില്ല, ചെറുതാണ്. NH866, NH866 നമുക്ക് പറയാം. അങ്ങനെ NH866 വിഴിഞ്ഞത്തെ കണക്ട് ചെയ്യുന്നു. വിഴിഞ്ഞത്തെ ഏത് സ്ഥലവുമായി കണക്ട് ചെയ്യുന്നു? ഉത്തരം സിമ്പിൾ ആണ്, വിഴിഞ്ഞം നാവായിക്കുളം കണക്ട് ചെയ്യുന്ന ദേശീയപാതയാണ് നമ്മുടെ ഏറ്റവും പുത്തൻ 12ാമത്തെ ദേശീയപാത എന്ന് അഭിപ്രായപ്പെടാം. അപ്പൊ എണ്ണി ഓരോന്നും നിങ്ങൾ ഒറ്റയടിക്ക് 66 ഇവിടെ ഇങ്ങനെ പഠിക്കണമെന്നല്ല. മാപ്പിൽ സ്ഥലങ്ങളെ ഒന്ന് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞു നോക്കുക, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കോൾ ബാക്ക് ചെയ്ത് നമുക്ക് നോക്കാം. നോക്കിക്കേ, വീണ്ടും പ്ലെയിൻ മാപ്പ് തന്നേക്കുക. ഈ പ്ലെയിൻ മാപ്പിൽ നമ്മൾ പഠിച്ച ഓരോ ആൾക്കാരെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാലോ. ഏറ്റവും നീളമുള്ളത് ഈ പോരുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇയാളെ വിളിക്കുന്ന പേര് NH66. NH66 കണക്ട് ചെയ്യുന്ന ഇവിടെ കന്യാകുമാരി തൊട്ട് പനവേൽ വരെയാണ്. ഇതിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്ന അടുത്ത ടീമിനെ നമ്മൾ പഠിച്ചു. അതാരത്? ഇവിടെ കോഴിക്കോട് നഗരത്തിൽ നിന്ന് മൈസൂർ വരെ പോകുന്നത് NH766, 766. പിന്നെ പറഞ്ഞു കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്തു നിന്ന് നേരെ പാലക്കാടേക്ക് പോകുന്നു. രാമനാട്ടുകര പാലക്കാട് അതും 66 നിന്ന് ഉണ്ടാക്കിയെടുത്താണ്. അതിനെ 966 എന്ന് വിളിക്കും. NH966 ആണ് ഈ പോരുന്നത്. വീണ്ടും നോക്കിയേ, കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ തൃശ്ശൂരിന്റെ സൈഡ് പിടിച്ച് നേരെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാത. പാലക്കാട് വരെ ഉള്ളോ? അല്ല, പാലക്കാട് വഴി സേലം പോകുന്ന ദേശീയപാത. ഇതാണ് NH544. ഇത് NH544 ആണ്.
നെക്സ്റ്റ് ചെറിയ 2 ദേശീയപാതകൾ ഇവിടെ നമ്മൾ കണ്ടായിരുന്നു. ആ ചെറിയ ദേശീയപാതകളിൽ ഒന്ന് ദേ ഇങ്ങനെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കളമശ്ശേരിയുമായിട്ടുള്ള ബന്ധമാണ്. കളമശ്ശേരിയും വല്ലാർപാടവും NH 966A പറഞ്ഞു. അതുപോലെ ഏറ്റവും ചെറിയ കേരളത്തിലെ ദേശീയപാത 966B നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക? അത് കണക്ട് ചെയ്യുന്നത് കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. ഇവിടുത്തെ കുണ്ടന്നൂർ തൊട്ട് വെല്ലിംഗ്ടൺ ഐലൻഡ് വരെ കണക്ട് ചെയ്യുന്ന ദേശീയപാതയാണ് നമുക്ക് പറയാം. ഇങ്ങനെ ഈ സ്ട്രെച്ച് പറയാവുന്നതാണ്. വീണ്ടും ഇവിടെ നിന്ന് കിഴക്കോട്ട്, അതായത് കുണ്ടന്നൂർ ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് ഇങ്ങനെ പോയി മധുരയൊക്കെ കൂടി അല്ലെങ്കിൽ മൂന്നാർ മധുരയൊക്കെ കൂടി ഇങ്ങനെ തോണ്ടി വരെ പോകുന്ന ദേശീയപാത, ഇതിനെ നമ്മൾ NH 85 എന്ന് വിളിച്ചു. NH 85 നിന്നും ഉണ്ടാക്കി കുമളിയിലേക്ക്, എവിടെന്നാ, ഇവിടെയുള്ള അടിമാലിയിൽ നിന്നും കുമളിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു. അതിനെ നമ്മൾ വിളിച്ച പേരെന്താ? 185, 185. ഈ വലിയ 85 നിന്നും 185 ഉണ്ടാക്കിയെടുത്തു. വീണ്ടും നോക്കിയേ, കൊല്ലം ജില്ലയിൽ നിന്ന് തുടങ്ങുന്ന ഒരു മേജർ ദേശീയപാത കോട്ടയമൊക്കെ കൂടി കാഞ്ഞിരപ്പള്ളിയൊക്കെ കൂടി ഇങ്ങനെ പോയി ദിണ്ടിഗൽ വരെ പോകുന്ന ദേശീയപാത. ആ ദേശീയപാതയെ നമ്മൾ പേരിട്ട് വിളിച്ചു 183. ഇതിന്റെ ബൈപ്പാസ് പോലെ വന്ന ദേശീയപാത, അത് പത്തനംതിട്ട വഴി കയറി ഗവി വഴി പോകുന്നതാന്ന് പറഞ്ഞു. സബ്സിഡറി ആണ് ബൈപ്പാസ് എന്ന് പറഞ്ഞു. അപ്പൊ 183ന്റെ A ദേശീയപാത. പിന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് നേരെ കിഴക്കോട്ട് ഇങ്ങനെ പോയി, പിന്നെ അല്പം വടക്കോട്ട് പോയി. ഇതങ്ങ് നമ്മുടെ ഈ പറഞ്ഞ സ്ഥലം തിരുമംഗലം വരെ പോകുന്ന ദേശീയപാത, കൊല്ലം ടു തിരുമംഗലം പോകുന്ന ദേശീയപാത, അതിനെന്തെന്ന് വിളിക്കാം? കൊല്ലം ടു തിരുമംഗലം NH 744. അപ്പോൾ NH 744 ആണ് ഈ പോകുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും പുതിയ ദേശീയപാത, ഇവിടെയുള്ള ദേശീയപാത, വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ദേശീയപാത NH 866. സിമ്പിളായിട്ട് റിവൈസ് ചെയ്യൂ, സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടും. ഒന്നിലധികം തവണ നിങ്ങൾ നോക്കുമ്പോൾ ആൾക്കാരെ കിട്ടിക്കോളും. 12 ദേശീയപാതകൾ. ആര് ചോദിച്ചാലും ചേരുംപടി ചേർക്കാനോ ശരിയായ ഓർഡർ ചോദിച്ചാലോ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ പഠിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടാണെങ്കിൽ സാധിച്ചിരിക്കും. ഒരു തവണ ഒന്ന് സെറ്റാക്കി വെച്ചോളൂ, എപ്പോഴും പ്രയോജനം ഉണ്ടാവും. ഇതിൽ ചുരങ്ങളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താണ്. ഒന്ന് നോക്കിക്കോളൂ. ഈ പോകുന്നത് ഇത് താമരശ്ശേരി ചുരം വഴി പോകുന്ന ആളാണ്. ഇത് പാലക്കാട് ചുരം വഴി പോകുന്ന ആളാണ്. ഇത് ബോഡിനായ്ക്കന്നൂർ ചുരം വഴി പോകുന്ന ആളാണ്. ഇത് കമ്പം ചുരം വഴി പോകുന്ന ആളാണ്. ഇത് നമ്മുടെ ആര്യങ്കാവ് ചുരം അല്ലെങ്കിൽ അച്ചൻകോവിൽ ചുരം വഴി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ചില ചുരങ്ങളിലൂടെ പോകുന്ന ദേശീയപാതകളും സെപ്പറേറ്റ് ആയിട്ടൊന്ന് പഠിച്ചാൽ വളരെയധികം നന്നായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണേൽ ചിന്തിച്ചു നോക്കാവുന്നതാണ്. ദേശീയപാതകളിൽ മിക്കവാറും ഇരട്ട അക്കം കൊടുക്കുന്നത് നോർത്ത് ടു സൗത്ത് കണക്ട് ചെയ്യുന്ന ദേശീയപാതകൾക്കായിരിക്കും. NH 66 വേണമെങ്കിൽ പറയാം, ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മൈസൂർ ഭാഗത്തേക്ക് ഇങ്ങോട്ടാ, നോർത്ത് ടു സൗത്ത് ആണ്, 766 വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. NH 544 ഏറെക്കുറെ നോർത്ത് ടു സൗത്ത് ആണ് ഡയറക്ഷൻ. വടക്ക് തെക്ക് ദിശയാണെങ്കിൽ നമ്മൾ അതിന് ഈവൻ നമ്പർ പറയും, ഇരട്ട സംഖ്യകളാണ് പറയാ, ഇരട്ട സംഖ്യകൾ 44, 66 അങ്ങനെയൊക്കെ. അതേസമയം കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷൻ ആണെങ്കിൽ, പക്ക കിഴക്ക് പടിഞ്ഞാറാണെങ്കിൽ ഒറ്റ സംഖ്യയായിരിക്കും. ഉദാഹരണത്തിന് 85 പറയാം, ഇന്ത്യയിലെ ദേശീയപാത 27 വേണമെങ്കിൽ പറയാം. ഇതൊക്കെ നേരെ കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ അതിന് ഓഡ് നമ്പർ ആയിരിക്കും കൊടുക്കുക. എപ്പോഴും അത് പക്ക ആപ്ലിക്കബിൾ ആവണമെന്നില്ല, ബട്ട് ആ ഒരു രീതി ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ഏകദേശം കേരളത്തിലെ ദേശീയപാതകളെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്നുള്ള വിശ്വാസത്തിൽ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉഷാറായിട്ട് പഠിക്കൂ, നല്ലപോലെ പഠിക്കൂ, ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ പഠിക്കൂ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.